രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ശ്രദ്ധേയമായി എൻ്റെ കേരളം പ്രദർശന വിപണനമേള. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും അണിനിരക്കുന്ന പ്രദർശന വിപണനമേളയിൽ സർക്കാർ പദ്ധതികളെക്കുറിച്ച് അടുത്തറിയാനുള്ള അവസരം കൂടിയാണ് ഒരുക്കുന്നത്. കിഫ്ബിയാണ് മേളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. വൈവിധ്യമാർന്ന പ്രമേയങ്ങളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന നൂറുകണക്കിന് സ്റ്റാളുകൾ, വിവിധ മേഖലകളിൽ കൈവരിച്ച വികസന പദ്ധതികൾ മികവോടെ അവതരിപ്പിക്കുന്നതിനോടൊപ്പം സർക്കാർ സേവനങ്ങൾ, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകാൻ സ്റ്റാളുകളിൽ അവസരമുണ്ട്. നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ മേളയിലുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ആകർഷിക്കുന്ന രീതിയിലാണ് മേളയുടെ ആസൂത്രണം. പ്രദർശനത്തിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ വികസനമാണ്. കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് എല്ലാ മേഖലയിലുള്ള ആളുകൾ അറിയണമല്ലോ. അപ്പോൾ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രദർശനമേളയുണ്ട്. അതിനകത്ത് അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ഏറ്റവും ആധുനികമായ തൊഴിൽ മേഖലയിലെ, ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ, സർക്കാരിൻ്റെ ആശുപത്രിയിൽ, സ്കൂളുകളിലൊക്കെ വന്നിട്ടുള്ള ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എല്ലായിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ സർക്കാരിന്റെ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്നുണ്ട്. മേളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ കിഫ്ബിയുടെ പ്രത്യേക പവലിയൻ തന്നെ മേളയിലുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കിഫ്ബി നടപ്പിലാക്കിയതും നടപ്പിലാക്കുന്നതുമായ വികസന പദ്ധതികളുടെ എല്ലാം വിശദമായ പ്രദർശനം പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വാളിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ സ്കൂൾ പ്രൊജക്റ്റ് വരുന്നുണ്ട്, റോഡ്സ് വരുന്നുണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ, ഫിലിം അതോറിറ്റിയുടെ പ്രൊജക്ട്സ്, ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഈ ഒരു 4 വർഷ ടൈം ഫ്രെയിം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമല്ല, ഫണ്ടിങ് ഏജൻസി മാത്രമല്ല, നമ്മളതിൻ്റെ ക്വാളിറ്റി കൂടി ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ഇൻസ്പെക്ഷൻ വിങ് ഉണ്ട്, ഞങ്ങൾ കുറച്ച് റെസിഡൻറ്റ് എഞ്ചിനീയർമാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി മോണിറ്റർ ചെയ്യാൻ പറ്റില്ല ക്വാളിറ്റി എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് സൈറ്റിൽ, ഞങ്ങൾ പറയുന്ന ഏത് സൈറ്റിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്വാളിറ്റി ഇഷ്യൂ എവിടെയും കാണാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെ മോണിറ്റർ ചെയ്തിട്ടാണ് ഈ ഫണ്ടിങ് കൂടി നമ്മൾ കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം കോൺട്രാക്ടിനകത്ത് കറക്റ്റ് ടൈമിൽ നമ്മൾ ഫണ്ട് കൊടുക്കാനും നമുക്ക് പറ്റുന്നുണ്ട്. ഈ കാസർഗോഡ് ജില്ലയെടുത്ത് തന്നെ നമുക്ക് ഭയങ്കര പ്രോഗ്രസ് ആയിട്ട് ഈ ഒരു 3 വർഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാർഷിക പ്രദർശനം, ഹരിത കേരള മിഷന്റെ പ്രവർത്തനം സംബന്ധിച്ച ഇൻസ്റ്റലേഷൻ എന്നിവ മേളയുടെ ഭാഗമായുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷൻ, ടൂറിസം, സ്പോർട്സ് എന്നിവയ്ക്ക് പവലിയനിൽ പ്രത്യേക ഇടമുണ്ട്. ഇതോടൊപ്പം നവീകരണത്തിന്റെ പാതയിലുള്ള സംസ്ഥാന പോലീസ് സേനയുടെയും ഫയർഫോഴ്സിന്റെയും സ്റ്റാളും ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പോലീസ് സേനയും ഫയർഫോഴ്സും ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളും ആയുധങ്ങളുമൊക്കെ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. SPS പോലുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി പ്രചോദനം വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ പോലീസ് അതുപോലെ തന്നെ ബെൽറ്റ് ജോബിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആകർഷണമാകേണ്ട സംഭവം. ഒരു കാരണവശാലും ഇത്രയും കാര്യങ്ങൾ അവർക്ക് സിവിലിൽ കിട്ടില്ല, ഒരു കാരണവശം കിട്ടില്ല. അപ്പോൾ അവർക്ക് ഒരു ചാൻസ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനും, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്, ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് പോലീസിലെ കുറച്ച് നമ്മൾ കരുത്ത് കാണിക്കുക, അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ നൂറുകണക്കിന് സ്റ്റാളുകളിലൂടെ സർക്കാർ പദ്ധതികളെ നേരിട്ടറിയാനുള്ള അവസരമാണ് 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മേള ഒരുക്കുന്നത്. നിശ്ചിത ദിവസം കൊണ്ട് തന്നെ വിവിധ സർക്കാർ സേവനങ്ങളെ ഉൾപ്പെടെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സാഹചര്യവും മേള ഒരുക്കി നൽകുന്നുണ്ട്. 27ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മേള വ്യത്യസ്ത അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ജനം, കണ്ണൂർ.